അതിജീവനമെന്നത് ഏറെ മുഴക്കത്തോടെ പ്രസംഗിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. എന്നാൽ അതിജീവനം നമ്മുടെ ജീവിതത്തെ തൊടുമ്പോൾ നമ്മളെല്ലാം ആകെ പൊള്ളിപ്പകച്ച് നിരാശ്രയരായി തകർന്നു പോകും. എന്നാൽ ബാല്യകൗമാരങ്ങളിലെ ആഹ്ലാദ കാഴ്ചകളും സന്തോഷങ്ങളും നഷ്ടപ്പെട്ടിട്ടും നിരാശകളെല്ലാം ഉടച്ചു കളഞ്ഞ് ജീവിതത്തിൻ്റെ കണ്ണീർ വഴികളിലൂടെ നടന്നു കയറി വിജയകിരീടം ചൂടിയ 2 പെൺകുട്ടികളെക്കുറിച്ചാണ് ഇത്തവണ കാഴ്ചയുടെ മറച്ചുപിടിക്കലിനപ്പുറത്തുള്ള കാഴ്ചയ്ക്കപ്പുറത്തിൽ പറയുന്നത്. ഇത് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പാമ്പനാനിക്കൽ ജോൺ മേരി ദമ്പതികളുടെ 2 പെൺമക്കൾ ശാരീരിക അവശതകളെ തോൽപ്പിച്ചു നേടുന്ന വിജയത്തിൻ്റെ കഥ. ബാല്യത്തിൻ്റെ ആഹ്ലാദ ലോകത്ത് ഓടിക്കളിക്കുന്നതിനിടയ്ക്ക് പൂപോലെ കൊഴിഞ്ഞു തളർന്നു വീണതാണ് ജിമി എന്ന 20-കാരിയും സുമി എന്ന 17-കാരിയും. കർഷകനായ ജോൺ മേരി ദമ്പതികളുടെ ഈ മക്കൾക്ക് വന്നത് അപൂർവമായ സ്യൂഡോമസ്കുലർ ഡെസ്ട്രോപ്പിക്ക എന്ന രോഗം. കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് ശേഷിയില്ലാതാവുന്ന അപൂർവ രോഗം. മൂത്ത മകൾ ജിമി പിച്ചവച്ച് നടന്നത് 5 വയസ്സുവരെ. അപ്പോഴേക്കും കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് തളരാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ ജീവിതം ഈ ചക്ര കസേരകളിലായിരുന്നു. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും ആവാതെ തളർന്നു പോയപ്പോഴും പഠിക്കണമെന്ന മോഹം ഈ കുട്ടികൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി. കടം മേടിച്ചും സ്ഥലം വിറ്റും പിതാവ് ജോൺ പാടുപെടുന്നത് കണ്ടു വളരുമ്പോൾ പരമാവധി പഠിക്കണമെന്ന ലക്ഷ്യമാണ് ഇവർക്ക് ഊർജം പകർന്നത്. ഞങ്ങൾക്ക് എല്ലാവരുടെയും കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിലും അതിനനുസരിച്ച് മറ്റ് കഴിവുകളുണ്ട്. ആ കഴിവുകൾ എങ്ങനെയാണെന്ന് കണ്ടെത്താനും അത് മാക്സിമം ഉപയോഗിക്കാനുമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പയുടെയും മമ്മിയുടെയും സപ്പോർട്ട്, പിന്നെ ടീച്ചേഴ്സിൻ്റെ സഹകരണങ്ങൾ. മുൻപ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് കബനിഗിരി നിർമ്മല ഹൈസ്കൂളിലാണ്. +2 പഠിച്ചത് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പൂർണ്ണ സപ്പോർട്ടുകൾ, പിന്നെ പപ്പയുടെയും മമ്മിയുടെയും പൂർണ്ണ സപ്പോർട്ടുകൾ. അവർ ഞങ്ങൾക്ക് വയ്യ എന്ന് കരുതി ഞങ്ങളെ വീട്ടിലിരുത്താതെ ഞങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ സ്കൂളിൽ എത്തിക്കാനുള്ള അവരുടെ മനസ്സ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു വരെ ഞങ്ങളുടെ ഡൗട്ടുകൾ തീർത്തു തരാനുള്ള ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഒത്തിരി നല്ലവരായ ഒത്തിരി പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം. അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനെ മറികടന്ന് ഞങ്ങൾക്ക് എങ്ങനെ മുൻപോട്ടെത്താമെന്ന ഞങ്ങളുടെ ഒരു ചിന്തയാണ്. ആറ് വയസ്സ് വരെ മറ്റു കുട്ടികളെ പോലെ എല്ലാവരെ പോലെ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നീട് പതുക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ അസുഖം കണ്ടു തുടങ്ങിയത്. കാരണം ആദ്യം ഇങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് ചെറുതായി വീഴാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ട്, ഇറക്കാനുമായിട്ട് ബുദ്ധിമുട്ട്, ഇരുന്നിട്ടേക്കാൻ വൈകായിക അങ്ങനെയാണ് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ഞങ്ങൾ ആദ്യം എല്ലാ കുട്ടികളെ പോലെ എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ബുദ്ധിമുട്ട്, കയറാൻ ബുദ്ധിമുട്ട്, അതുപോലെ ഇരുന്നിട്ടേക്കാൻ വയ്യായിക വന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഇങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഈ അസുഖം സുഖാകത്തില്ല, ഇത് സ്യൂഡോമസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാംഗ്ലൂർ നിംഹാൻസിൽ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞ് അങ്ങോട്ട് റെഫർ ചെയ്തു തന്നു.
അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഈ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഫുൾ ചികിത്സ ആയുർവേദത്തിലായിരുന്നു. അവിടെ 8 വർഷത്തോളം ഒത്തിരി ചികിത്സിച്ചു. അവിടെ 3 മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്. പിന്നെ കഴിഞ്ഞ വർഷം ജീൻ തെറാപ്പിയോ അങ്ങനെ പുതിയ സ്റ്റെം സെൽ ചികിത്സാ രീതികളൊക്കെ വികസിച്ച് വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയാനും ഇനി അത് ഞങ്ങൾക്ക് ഉപയോഗപ്രദമാകുമോ എന്നറിയാനും വേണ്ടിയിട്ട് ഇങ്ങനെ സത്യസായി ബാബ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷേ അവർ പറഞ്ഞു ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് ലോകത്ത് എവിടെയും പോകണ്ട എന്നാണ് അവർ പറഞ്ഞത്. ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ഇതുപോലെയല്ല, മറ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ കുറവുകളുണ്ടാവും. അപ്പം കുറവുകളെ കൂടുതൽ പരിഗണന കൊടുക്കാതെ നമുക്കുള്ള കഴിവുകളെ കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് ആ കഴിവുകളെ കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഏറ്റവും വിഷമം വന്ന സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് ഡിഗ്രിക്കായിട്ട് ഞാനിങ്ങനെ റെഗുലറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. പക്ഷേ എനിക്ക് കോളേജിൽ 2ാം റാങ്ക് ഉണ്ടായിരുന്നു. 2ാം റാങ്കിലോട് കൂടിയിട്ടാണ് എനിക്ക് അഡ്മിഷൻ ലഭിച്ചത്. പക്ഷേ എനിക്ക് അവിടെ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ ചെന്നാൽ മാത്രമേ അവിടെ കോളേജിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പോകാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും എനിക്ക് അവിടെ എത്തി പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായ ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് അവിടെ ചെന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് പോരേണ്ടി വന്നത്. പക്ഷേ അവരെന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ പ്രൈവറ്റായിട്ട് കോളേജ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത് വീട്ടിലിരുന്നിട്ട് പഠിക്കുകയാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുഭാവം പുലർത്തണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് പഴശ്ശിരാജ കോളേജിലേക്ക് കത്ത് തന്നിരുന്നു. പക്ഷേ അത് അവിടെ കൊടുത്തപ്പോൾ ആദ്യം അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ പറഞ്ഞിരുന്നു അത് മതിയെന്ന്. പിന്നീട് യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ അയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും ഇത് പറ്റത്തില്ല, ഇങ്ങനെ കോളേജിൽ നിന്നും ഇങ്ങനെ ഇവിടെ പോകാൻ തുടരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിരുന്നത്. പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രശ്നങ്ങൾ നേരിട്ടു. കാരണം ഞാൻ പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം തന്നെ ഇങ്ങനെ കോളേജിലേക്ക് വിളിച്ച് എങ്ങനെയാണ് പരീക്ഷയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞേ, പ്രിൻസിപ്പാളിനെയാണ് ഞാൻ വിളിച്ച് നോക്കിയത്. പ്രിൻസിപ്പാൾ പറഞ്ഞു എനിക്ക് പത്രത്തിൽ കാണുന്ന വിവരം മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് എന്നോട് പ്രിൻസിപ്പാൾ ആദ്യമേ സംസാരിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ കോളേജിലെ സ്റ്റാഫിനെ വിളിക്കാനും പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാഫിനെ വിളിച്ചപ്പോൾ പറഞ്ഞു നാളെ ഇവിടെ പരീക്ഷ നടക്കുന്നില്ല, അത് ഇങ്ങോട്ടേക്ക് വരികയും വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പരീക്ഷയെ നടക്കുന്നില്ല, നിങ്ങളത് അങ്ങനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ടെന്നാണ് എനിക്ക് ഒത്തിരി സങ്കടം വന്ന് ഞാൻ കുറേ കരഞ്ഞു. അങ്ങനെ പിന്നെ മമ്മി വിളിച്ചിട്ട് വീണ്ടും അവരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് നാളെ പരീക്ഷയുണ്ട്, നിങ്ങൾ വന്ന് എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞു. ജിമിയെ പോലെ തന്നെയാണ് സുമിയുടെയും ആരോഗ്യാവസ്ഥ. അരയ്ക്കു താഴെ പൂർണ്ണമായും തളർന്നു പോയിരിക്കുന്നു. എന്നാൽ പള്ളിക്കൂട ബഹളങ്ങളിൽ 6ാം തരം വരെ ആർത്തുല്ലസിച്ചു പോയിരുന്ന സുമിയെ 7ാം തരത്തിൽ രോഗം ദയവില്ലാതെ വീഴ്ത്തിക്കളഞ്ഞു. ഇത്രയും കാലമുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് എൻ്റെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടുണ്ട്. ഇതുവരെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ മറ്റ് സ്കൂളിൽ നിന്നാണെങ്കിലും ഒരു പ്രശ്നങ്ങളും നേരിട്ടില്ല. ഇപ്പോഴും ഞാൻ +2 പഠിക്കുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് സംശയം തീർത്തരാൻ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് സംശയം തീർത്തരികയും ഒക്കെ ചെയ്യും. ഞാൻ 7ാം ക്ലാസ് വരെ നടന്ന് സ്കൂളിൽ പോയിരുന്നു. അതിനുശേഷം 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉച്ച വരെയും പപ്പ ഓട്ടോയ്ക്ക് കൊണ്ടുവിടും. എനിക്ക് അപ്പോൾ 8ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഒട്ടും നടക്കാൻ മേലാതെയായി. അപ്പോഴത്തേക്ക് പപ്പ എടുത്ത് കൊണ്ടുവിടുകയും പിന്നെ തിരിച്ച് ഉച്ച വരെയും പോകും. അത് കഴിഞ്ഞ് തിരിച്ച് പപ്പ ഓട്ടോയ്ക്ക് വന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം സ്കൂളിൽ പോകാൻ മേലാതെ തന്നെ എനിക്ക് ഇവിടെ അത്രയും നാൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് ഇപ്പോൾ പോകാതെ പഠിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത് ടീച്ചേഴ്സ് ഇവിടെ വന്ന് സംശയം തീർത്തരികയും അവരുടെ സപ്പോർട്ട് അങ്ങനെയൊരു പ്രശ്നം എനിക്ക് അറിയാൻ തന്നെ ഇല്ല എന്നാണ്. ചെമ്പരത്തിച്ചാറും വേലിപ്പച്ചകളും വെള്ളക്കടലാസിൽ തേച്ച് പുളിരസമൊഴിച്ച് നിറം മാറ്റിയാണ് അമ്മ മേരി ഈ പെൺമക്കൾക്ക് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം മാറ്റത്തെക്കുറിച്ച് പാഠം പറഞ്ഞു കൊടുത്തത്. കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും വ്യത്യാസം ബോധ്യപ്പെടാൻ കഞ്ഞി കുടിക്കുന്ന സ്റ്റീൽ പ്ലേറ്റാണ് മേരി മക്കൾക്കായി പ്രയോഗിച്ചത്. 2 കാലുമുണ്ടായിട്ടും പഠന സൗകര്യങ്ങളേറെ ഉണ്ടായിട്ടും പഠിക്കാതെ അലസരായി ചടഞ്ഞുകൂടുന്നവർക്ക് മുന്നിൽ ചെറിയ ശാരീരിക അവശതകൾ വരെ ആനുകൂല്യം നേടാനുള്ള അവസരമാക്കുന്നവരുടെ ഇടയിൽ തളരാത്ത മനസ്സുമായി അത്ഭുതമാവുകയാണ് ഈ 2 പെൺകുട്ടികൾ. ജിമി ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയിൽ 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥിനിയാണ്. അനുജത്തി സുമി +2 വിദ്യാർത്ഥിനിയും. 10ാം തരത്തിൽ വികലാംഗ വിദ്യാർത്ഥികളിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ജിമിക്കായിരുന്നു. പഠിക്കാനുള്ള മോഹം അണയാതെ സൂക്ഷിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്
പഠിച്ചു മാത്രമേ ഈ അവസ്ഥകളെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ്. എന്നാൽ ഒട്ടും അനുഭാവപൂർണമല്ല ഈ ചക്രകസേരയിൽ കാലുതളർന്ന് നിസ്സഹായരായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തിയ ഇവരോട് ആ സ്ഥാപനങ്ങൾ പെരുമാറിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു സേവനം മുഖമുദ്രയാക്കിയ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴങ്ങാൻ. ഒരുപാട് മോഹങ്ങളുണ്ട് ജിമിക്കും സുമിക്കും. ജിമിക്ക് ചരിത്ര ഗവേഷകയാകണം, JNUവിൽ ചേർന്ന് പഠിക്കണം. സുമിക്ക് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടാകാനാണ് ഇഷ്ടം. എന്നാൽ വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയും അലട്ടുന്ന രോഗങ്ങളും മക്കളുടെ മോഹം എങ്ങനെ നിറവേറ്റുമെന്നറിയാതെ കുഴങ്ങുകയാണ് പിതാവ് ജോൺ. അമ്മ മേരിക്കും പറയാനുണ്ട് തങ്ങൾ നേരിടുന്ന ജീവിത യാഥാർത്ഥ്യത്തെപ്പറ്റി. ഒത്തിരി വിഷമങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ ഇതുകൊണ്ട് വിഷമങ്ങളൊന്നും ഞാൻ അങ്ങ് മനസ്സിൽ വെക്കാറില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെ എത്രയും മാക്സിമം നല്ലതായിട്ട് കൊണ്ടുവരണം, എല്ലാവരെ പോലെയും ഇവരുടെ കുറവ് ഇവരെ അറിയിക്കാതെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും അത് അങ്ങനെ സാധിക്കാതെ വരുന്നുണ്ട്. അന്നേരം ചെറിയ സങ്കടങ്ങളൊക്കെ വരും. എന്നാലും ഞാൻ അത് ഇവരെ അറിയിക്കത്തില്ല, പുറത്തും അറിയിക്കത്തില്ല. ഇങ്ങനെ ഇവർക്ക് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കുണ്ടായിരുന്നു. SSLCക്ക് 90% മാർക്ക് അവൾ വാങ്ങി. അത് ഇവക്കും 10ാം ക്ലാസ്സിൽ വെച്ച് കിട്ടി. പിന്നെ ഇവക്ക് +2നും കിട്ടി. പിന്നെ അങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇത് കൂട്ട് ഓരോ സംഘടനയുടെ ഒന്നും പറയാം, വ്യക്തിപരമായ വ്യക്തികളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ ആണെങ്കിൽ സ്കൂൾ കൊടുത്തു. സ്കൂൾ ഇങ്ങനെ പേപ്പറിലിട്ട് അങ്ങനെ TV ആണെങ്കിൽ അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെയുള്ള പിന്നെ ഇപ്പം ഇവരെ നോക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ സംതൃപ്തിയാണ്. എനിക്ക് ഇവരെ നോക്കാൻ പറ്റുന്നതിൽ ഒത്തിരി സംതൃപ്തിയുണ്ട്. എൻ്റെ മനസ്സിൽ ഭാവിച്ചതുപോലെ നോക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി എനിക്ക് ഇവരെ നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയും കൊണ്ട് പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇവരെ നോക്കുന്ന കാര്യത്തിൽ സംതൃപ്തി തന്നെയാണ്. ബുദ്ധിമുട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ. ഇവരെ നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് പുൽപ്പള്ളിക്ക് പോകണമെങ്കിൽ 10 രൂപ 11 രൂപ കൊടുത്താൽ പുൽപ്പള്ളി പോയിട്ട് തിരിച്ചു വരാം. ഇവരെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ ഓരോ ഓട്ടോയ്ക്ക് 100 രൂപ വേണം. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വണ്ടി വിളിച്ച് വേണമുള്ളവരെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ വണ്ടി വേണം. അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായി. ഇത് ഇപ്പോൾ APL ആണ്. ഇതുകൂടി ഇവർക്ക് ഒരു സ്കോളർഷിപ്പൊക്കെ അനുവദിച്ചായിരുന്നു. APL BPL അല്ലാത്തതുകൊണ്ട് അത് തള്ളിപ്പോവുകയാണ് ചെയ്തത്. അതിൻ്റെതായ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഗ്രാമസഭ നമ്മളെ BPL ആയിട്ട് അംഗീകരിച്ചായിരുന്നു. അത് ഇതേവരെ നടപ്പാക്കിയില്ല. അന്യോദയ ആദി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രാമസഭയിൽ ഇങ്ങനെ അനുവദിച്ചതാണ്. പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അതിനൊത്തിരി വിഷമമുണ്ട് നമുക്കത്. ഇപ്പോൾ ആണെങ്കിൽ ചേട്ടന് കൂലിപ്പണിക്ക് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ ഒരു മുഴ വന്നിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണ്. 6 മാസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് പണിയൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം നല്ല ബുദ്ധിമുട്ടിലാണ് കുടുംബം മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ട്. പിന്നെ ഈ ഇതുകൊണ്ട് ചെറിയ ഇതുകൊണ്ട് ഈ അധ്യാപകരുടെ അടുത്തുനിന്നും ചെറിയ ചെറിയ സംഭാവനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പെരുത്തൊരു ശാപമാണെന്ന് ധരിച്ച് നിരാശരായി വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ സ്വയം ശപിച്ച് കഴിഞ്ഞുകൂടാതെ തങ്ങളുടെ ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ചാണ് ഈ 2 പെൺകുട്ടികൾ നമുക്കും സമൂഹത്തിനും വലിയ ജീവിതപാഠമാകുന്നത്. ജോണേട്ടനും മേരിച്ചേട്ടത്തിക്കും പ്രായമേറി വരികയാണ്. തങ്ങളുടെ കാലശേഷം തങ്ങളുടെ പെൺമക്കളുടെ ഭാവി ജീവിതമാണ് ഇവരെ ആദിയിലാക്കുന്നത്. എന്നാൽ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുമ്പോഴും സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാന തലത്തിൽ തന്നെ പരീക്ഷകളിൽ മികച്ച വിജയപാഠങ്ങൾ എഴുതുന്ന തൻ്റെ മക്കളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ് ഈ രക്ഷിതാക്കൾ.